Hi students, how to use LibreOffice Impress. LibreOffice Impress നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. LibreOffice Impress is a free and open source presentation software. LibreOffice Impress നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇത് ഫ്രീയും ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുമാണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നമ്മൾ തിയറിയൊക്കെ പഠിപ്പിച്ചപ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് പറഞ്ഞായിരുന്നു. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ മേടിക്കുമ്പം അതിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് അവൈലബിൾ ആവും, അത് നമുക്ക് വേണ്ടി എഡിറ്റ് ചെയ്യാം, വേറെ ആൾക്ക് കോപ്പി ചെയ്ത് കൊടുക്കാം, അങ്ങനെ ഒത്തിരി ഫ്രീഡം ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഈ പറഞ്ഞ LibreOffice Impress നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. LibreOffice Impress ഓപ്പൺ ചെയ്യുന്ന നമ്മൾ ജസ്റ്റ് LibreOffice Impress നമ്മൾ സെർച്ച് ചെയ്യുന്നു. LibreOffice Impress എന്ന ആപ്ലിക്കേഷൻ വരെ കാണാൻ നമുക്ക് ആ ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പം ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് ആണ് ഓപ്പൺ ആയി വരുന്നത്. ഇപ്പം നമുക്ക് ഇവിടെ കാണാം ഈ ഒരു ടെംപ്ലേറ്റ് ഇവിടെ ഓപ്പൺ ആയി വരുമ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഈ ടെംപ്ലേറ്റ് ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ ടെംപ്ലേറ്റ് വെച്ച് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ക്യാൻഡി എന്ന ടെംപ്ലേറ്റ് ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഒരു ക്യാൻഡി എന്ന ടെംപ്ലേറ്റിലെ എല്ലാ കാര്യങ്ങളും ആയിരിക്കും ഇവിടെ നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ ഇത് വന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് പോകാം. അപ്പോൾ ഇതിൻ്റെ ഇമേജ് ഉണ്ട്, പിന്നെ ഇപ്പം നമ്പർ ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല രീതിയിൽ ഇപ്പം അതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ്. അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടന്റ് കൊടുത്ത് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് ടെംപ്ലേറ്റ് വഴി നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ ഇതിൻ്റെ കണ്ടന്റുകൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ കോളേജിൻ്റെ പേരൊക്കെ മാറ്റി SJCM എന്ന് കൊടുത്തു. ഇത് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതെങ്കിൽ സ്റ്റുഡൻസ് എന്ന് കൊടുത്തു. അപ്പം ഇതിൻ്റെ കാര്യങ്ങളെല്ലാവരും വന്നോളും. അപ്പോൾ നമുക്ക് ഈ ടെംപ്ലേറ്റിൽ ഇങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ടെംപ്ലേറ്റിൻ്റെ കേസ് ഞാൻ വിടുകയാണ്. ടെംപ്ലേറ്റ് വഴി ഇങ്ങനെ ചെയ്യാം. നമുക്ക് നമ്മളായിട്ട് തന്നെ ഒരു പ്രസൻറ്റേഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. LibreOffice ഞാൻ സെർച്ച് ചെയ്തു. ഈ LibreOffice Impress ഇതിന് നമുക്ക് പല ആപ്ലിക്കേഷൻ LibreOffice Calc ഉണ്ട്, LibreOffice Calc Excel ആണ്, അതുപോലെ തന്നെ LibreOfficeൻ്റെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നോക്കിയിട്ട് LibreOffice Writer, LibreOffice Calc നമ്മൾ എക്സൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. റൈറ്റർ യൂസ് ചെയ്യുന്നത് നമുക്ക് ഡോക്യുമെൻ്റ് റൈറ്റ് ചെയ്യാൻ. നമ്മുടെ വേഡിന് പകരം LibreOffice ലിനക്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന റൈറ്റർ, അതുപോലെ തന്നെ നമ്മുടെ എക്സലിന് പകരം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കാൽക്ക്. നമ്മുടെ പവർ പോയിന്റിന് എന്ന് വെച്ചാൽ മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിന്റിന് പകരം ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് LibreOfficeൻ്റെ Impress. ഈ LibreOffice Impress ഫ്രീയും ഓപ്പൺ സോഴ്സും എന്നൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ LibreOffice Calc, LibreOffice Writer ഇതെല്ലാം ഫ്രീയും ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറുമാണ്. അപ്പോൾ നമ്മൾ LibreOffice Impress ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരുന്നത്. നമ്മൾ ടെംപ്ലേറ്റ് വഴി ഞാൻ പോകുന്നില്ല, ടെംപ്ലേറ്റ് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഓപ്പൺ ആയി വന്നിരിക്കുന്നത് ഇങ്ങനെയൊരു വിൻഡോയാണ്. ഈ ഒരു ഇൻ്റർഫേസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ഇത് മെയിനായിട്ടുള്ള ഡിഫറൻസ് ഒരു മാസ്റ്റർ സ്ലൈഡ് എന്ന കൺസെപ്റ്റ് എൻ്റെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകുമ്പോൾ ജസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് പറയാം, സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം. ഇതിൽ നമ്മൾ സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എത്ര സ്ലൈഡുകൾ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ അതിൻ്റെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഇതിങ്ങനെ ഓപ്പൺ ആയി വന്നപ്പോൾ തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ കിടപ്പുണ്ട്. ഇപ്പം ഇവിടെ കൂടെ കണ്ടോ, ഈ ഒരു സൈഡിലാണ്, ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കിടക്കുക. അപ്പം പ്രോപ്പർട്ടീസ് ഉണ്ട് ഇവിടെ, പിന്നെ ഒരു സ്റ്റൈൽ ഷീറ്റ് ഉണ്ട്, അതിൻ്റെ ഗാലറി ഉണ്ട്, പിന്നെ ഒരു ഷേപ്പ് ടൂൾസ് ഉണ്ട്, ഷേപ്പുകളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ സ്ലൈഡിൻ്റെ ട്രാൻസ്മിഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ആനിമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ മാസ്റ്റർ സ്ലൈഡിൻ്റെ ഓപ്ഷൻസ്, ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഉണ്ട്. നമ്മൾ പ്രോപ്പർട്ടിയിൽ തന്നെ വന്ന് നിൽക്കുക. ഈ റൈറ്റ് സൈഡിൽ പ്രോപ്പർട്ടിയിൽ തന്നെ വന്ന് നമ്മൾ എപ്പോഴും നിൽക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബ്ലാങ്ക് സ്ലൈഡ് വെച്ചും ഇതിൻ്റെ ലേഔട്ടുകൾ പലത് തന്നിട്ടുണ്ട്. അപ്പോൾ ലേഔട്ട് വെച്ച് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബ്ലാങ്ക് സ്ലൈഡും കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമില്ല. ബ്ലാങ്ക് സ്ലൈഡിലാണെങ്കിൽ ഫുൾ കാര്യങ്ങളും നമ്മൾ മുമ്പേ ഗൂഗിൾ സ്ലൈഡ് പറഞ്ഞായിരുന്നു, ലേഔട്ടിൻ്റെ ആയിട്ട് ബ്ലാങ്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളായിട്ട് ആഡ് ചെയ്യണം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളർ കൊടുക്കുന്നത്, അതേപോലെ തന്നെ ടെക്സ്റ്റ് കൊണ്ട് വെക്കുന്നത്, ടെക്സ്റ്റിനെ അലൈൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതിന് കളർ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയായിട്ട് ആഡ് ചെയ്ത് പോകണം. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഈ ഒരു ലേഔട്ടിലായിരിക്കും കിടക്കുന്നത്. ഈ ഒരു ലേഔട്ടിലെ പ്രത്യേകത, ഇവിടെ 2 ടെക്സ്റ്റ് ബോക്സ് അവർ വെച്ചിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബോക്സ് ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്, ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് വലിപ്പം കുറവുണ്ട്. ഇത്ര വ്യത്യാസം ഇവിടെ തന്നത്തുള്ളൂ. നമുക്ക് ബ്ലാങ്ക് വേണമെങ്കിൽ ചെയ്യാം. ബ്ലാങ്കിലാണെങ്കിൽ നമ്മൾ ബ്ലാങ്ക് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസേർട്ട് കൊടുത്ത് ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, ടെക്സ്റ്റ് ബോക്സിനെ ആഡ് ചെയ്ത് നമുക്ക് ചെയ്ത് പോകാം. അല്ലെങ്കിൽ നമ്മളിപ്പം ഈ ഒരു ലേഔട്ടിൽ തന്നെ നമുക്ക് ചെയ്തെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഈ ഒരു ലേഔട്ടിലാണ് ഓർക്കുക, ഈ ഒരു ലേഔട്ടിൽ തന്നെ നിൽക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കോളേജിൻ്റെ പേര് നമുക്ക് SJCM. അപ്പോൾ അടുത്ത് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്, ഇവിടെ നമുക്ക് 1000 സ്റ്റുഡൻസ് ഉണ്ടെന്ന് ഞാൻ കൊടുത്തു.
എന്നിട്ട് ഈ SJCMൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ SJCM സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടുത്തെ ഈ പ്രോപ്പർട്ടിക്കായിട്ട് ഇതിൻ്റെ ആയിട്ട് ഈ ക്യാരക്ടർ പ്രോപ്പർട്ടീസ് വരും. അപ്പം ബോൾഡ്, ഇറ്റാലിക്, അണ്ടർലൈന്, പിന്നെ അതിൻ്റെ കളർ ചേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചേഞ്ച് ചെയ്ത് ഭംഗിയാക്കുക. പിന്നെ ലെഫ്റ്റ് അലൈനാണോ റൈറ്റ് അലൈനാണോ സെൻറ്ററായിട്ട്, അപ്പോൾ ഹെഡിങ് തന്നെ സെൻറ്റർ കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെയും കളറൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്തു ഞാൻ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു കളർ വേറൊരു കളർ ഞാൻ കൊടുത്തു. അപ്പോൾ ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ ഉണ്ടാകും. ഈ റൈറ്റ് സൈഡിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ടാകും. ഇനി അടുത്ത സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഴയ പോലെ തന്നെ ഇവിടെ വന്നു. എന്നിട്ട് ഇത് അടുത്ത സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പം ന്യൂ സ്ലൈഡ്, ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ്, റീനെയിം സ്ലൈഡ്, ഹൈഡ് സ്ലൈഡ്. അപ്പം നമുക്ക് ഇതിൻ്റെ ന്യൂ സ്ലൈഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ആയിട്ട് വരും. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന് വെച്ചാൽ ഇതേ സ്ലൈഡ് തന്നെ അടുത്തായിട്ട് ഉണ്ടായി വരും. ഞാൻ ന്യൂ സ്ലൈഡ് കൊടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് എന്ന് വെച്ചാൽ SJCM 1000 സ്റ്റുഡൻസ് ഉള്ള. ഇപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഒന്ന് കൊടുത്ത് നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് കൊടുക്കുമ്പോൾ സെയിം തന്നെ ഒരു സ്ലൈഡ് നിങ്ങൾ ക്രിയേറ്റ് ആയി. ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സ്ലൈഡ് കൊടുത്താൽ വീണ്ടും ഒരുപോലത്തെ വേറെ സ്ലൈഡ് ക്രിയേറ്റ് ആയി. ഇവിടെ ഞാൻ BCom എന്ന് കൊടുത്തു. സ്റ്റുഡൻസിൻ്റെ എണ്ണം ഒരു 200 സ്റ്റുഡൻസിന് ഞാൻ കൊടുത്തു. അടുത്ത സ്ലൈഡ് വീണ്ടും ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ന്യൂ സ്ലൈഡ് കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് MCom എന്ന് കൊടുക്കുന്നു. നിങ്ങൾക്ക് വേണ്ട സ്ലൈഡുകൾ നിങ്ങൾ ഡിസൈൻ ചെയ്യാട്ടോ. അതിൻ്റെ അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു 300 സ്റ്റുഡൻസിന് കൊടുക്കുന്നു. ഇത്രയും ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ ഞാൻ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോയി. നമ്മളിത് അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ കൊടുത്താൽ, അപ്പോൾ ഇതിൻ്റെ കളറും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. നിങ്ങൾ വേണ്ട പോലെ ഭംഗിയാക്കുക. ഇതിൻ്റെ സ്പേസിങ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇവിടെ ലിസ്റ്റായിട്ട് കൊടുക്കാനാണെങ്കിൽ ഇപ്പം കുറച്ചും കൂടെ ഉണ്ട്. BCom തന്നെ കമ്പ്യൂട്ടർ സയൻസിൽ കമ്പ്യൂട്ടറിൽ ഒരു 200-300 സ്റ്റുഡൻസും കൂടെ ഉണ്ടെങ്കിൽ ഒരു ലിസ്റ്റ് ആക്കാൻ ഇപ്പം ഇത് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കണ്ടോ ലിസ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നമ്പർ ആണെങ്കിൽ നമ്പറിങ് കൊടുക്കുക. ഇനി ലിസ്റ്റ് ആണെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ ലിസ്റ്റ് ഉണ്ട്, ലിസ്റ്റിൻ്റെ ഓപ്ഷൻസ് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇങ്ങനെ കാര്യങ്ങളെല്ലാം കൊടുത്ത് നിങ്ങൾ സ്ലൈഡുകൾ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇപ്പം നമ്മളിവിടെ 3 സ്ലൈഡുകൾ ക്രിയേറ്റ്, ഇപ്പം എത്ര 5 ആണോ 6 ആണോ എത്ര സ്ലൈഡാണോ അത്ര സ്ലൈഡുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് ഇവിടെ ആനിമേഷനിലോ ട്രാൻസ്മിഷനോ വല്ലതും എന്തെങ്കിലും സെലക്ട് ആയി കിടക്കുമ്പം ഇതിൻ്റെ ഇപ്പം ഈ 3-ാം സ്ലൈഡ് ഞാൻ വന്നു, MComൽ എടുത്തു. അപ്പോൾ ഇവിടെ എനിക്ക് കളറിങ് ചേഞ്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ വരുന്നില്ല. അപ്പം ഇവിടെ ആനിമേഷൻ സെലക്ട് ആയി കിടക്കുന്നതുകൊണ്ടാണ് വരാത്തത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വന്ന് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുമ്പം ഈ പറഞ്ഞ ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളും ബാക്കി ഈ പറഞ്ഞ ടെസ്റ്റിനെ ഫോർമാറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വന്നോളൂ. എന്ന് വെച്ചാൽ ഈ ഒരു ഇതിനെ വിളിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സൈഡ് ബാർ എന്ന് വിളിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് സൈഡ് ബാർ. എന്ന് വെച്ചാൽ ഈ കിടക്കുന്ന ഈ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണ് സൈഡ് ബാർ. അപ്പം ഈ സൈഡ് ബാർ ഇവിടെ ഇതിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളൂ. ശരിക്കും പ്രോപ്പർട്ടി ഉണ്ട്, അതുപോലെ അതിൻ്റെ ഉണ്ടോ സ്ലൈഡ്, ട്രാൻസ്മിഷൻ ഉണ്ട്, അതുപോലെ ആനിമേഷൻ ഉണ്ട്, എല്ലാ കാര്യം സ്ലൈഡ് ബാറിൽ കിടപ്പുണ്ട്. ഈ സ്ലൈഡ് ബാർ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വ്യൂവിൻ്റെ ഓപ്ഷൻ ഓൺ ആക്കി ഇട്ടാൽ മതി കേട്ടോ. ഇതുണ്ടോ വ്യൂവിൻ്റെ സൈഡ് ബാർ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? ഇതേ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡ് ബാർ ഇവിടെ പോയി. ഇപ്പോൾ ആദ്യം ഇങ്ങനെ നിങ്ങൾക്ക് കിടക്കണമെങ്കിൽ നിങ്ങൾ വ്യൂവിൻ്റെ ക്ലിക്ക് ചെയ്ത് സൈഡ് ബാർ ഓൺ ആക്കുക. അപ്പോൾ സൈഡ് ബാർ ഓൺ ആക്കി കഴിയുമ്പം ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം ഇതിൻ്റെ ഉണ്ടാവും. അങ്ങോട്ട് ഈ ആനിമേഷൻ, ട്രാൻസ്മിഷൻ, പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടിയിലാണ് എല്ലാ കാര്യങ്ങളും ഈ കളറിൻ്റെ കാര്യങ്ങളെല്ലാം കിടക്കുക. അപ്പോൾ മാറിപ്പോയെങ്കിൽ ഇതെങ്ങാനും സെലക്ട് ആയി കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പ്രോപ്പർട്ടിയെ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു വിൻഡോയുടെ ഈ പറഞ്ഞ സൈഡ് ബാർ ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ വ്യൂവിൻ്റെ സൈഡ് ബാർ ഒന്ന് ഓൺ ആക്കി ഇട്ടാൽ മതി കേട്ടോ. ഈ വ്യൂവിൽ തന്നെയാണ് സ്ലൈഡ്, ട്രാൻസ്മിഷനും ആനിമേഷനും എല്ലാം. ഇതെല്ലാം എടുക്കുമ്പോൾ നമ്മുടെ ആ സൈഡ് ബാറിലെ ഈ ഒരു ഓപ്ഷൻ തന്നെയാണ് ഓപ്പൺ ആയി വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോകാം. ഞാനിപ്പോൾ ഈ ഫസ്റ്റ് സ്ലൈഡ് എടുത്തു. ഇതിൽ എനിക്കൊരു സ്ലൈഡിൽ കൊടുക്കുന്ന ട്രാൻസ്മിഷനും ആനിമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈഡിലെ ഒബ്ജക്റ്റുകൾക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ SJCM-ഉം 1000 സ്റ്റുഡൻസും ഇതാണ് ഈ സ്ലൈഡിലെ 2 ഒബ്ജക്റ്റുകൾ. ഇനി വേണമെങ്കിൽ നമുക്കൊരു സിമ്പിളൊക്കെ വേണമെങ്കിൽ വെക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സിമ്പിളോ കാര്യങ്ങളോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാം. അതെല്ലാം ഇതിൻ്റെ ഉള്ള ഒബ്ജക്റ്റുകളാണ്. ഇപ്പോൾ ഇവിടെ ഒരു അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സിമ്പിൾ ഇവിടെ കിടപ്പുണ്ട്. ഷേപ്പ് എടുത്തു, ഞാൻ ഒരു റൗണ്ട് എടുത്തു, റൗണ്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഇതൊരു എന്താണ്, ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഇതിന് വേണമെങ്കിൽ ഒരു ആനിമേഷനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഞാൻ SJCM വരാൻ വേണ്ടി ഇതിൻ്റെ ആനിമേഷനെ പോയി ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആനിമേഷൻ ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് SJCM ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഞാൻ ആഡ് കൊടുത്തു. അപ്പോൾ ഇവർ SJCM ഏതെന്നോ വരണ്ടേന്ന് ചോദിച്ചു. ഞാൻ ഫ്ലൈ ഇന്ന് കൊടുത്തു.
അതുപോലെ ഫ്ലൈൻ ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത് ഇവിടെ പ്ലേ ആയിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ SSCM എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളെല്ലാം വരും. ഓൺ ക്ലിക്കാണ് കിടക്കുന്നത്. ഓൺ ക്ലിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വന്നാൽ മതി. വിത്ത് പ്രീവിയസിന് പഴയ സ്ലൈഡ് വെച്ച് തന്നെ ഓട്ടോമാറ്റിക് വരുന്നതാണ് വിത്ത് പ്രീവിയസ് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഡ്യൂറേഷൻ നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് നോക്കാം. പ്ലേ ചെയ്യുമ്പോൾ നോക്കിയാൽ പതിയെ വരുള്ളൂ. കണ്ടോ, SSCM പയ്യല്ലേ വരുന്നത്. അതാണ് ഡ്യൂറേഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്ര ഓപ്ഷൻസ് ഇതിൻ്റെ മെയിനായിട്ട് പറയാനായിട്ടുള്ളൂ. എന്നിട്ട് അടുത്തതിനും എല്ലാ ഒബ്ജക്റ്റുകൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പം 1000 സ്റ്റോൺസ് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ആഡ് കൊടുത്തു. അത് കഴിഞ്ഞ് അതിന് വേണ്ട ഒരു ഇപ്പോൾ ബോക്സിനൊരു ആനിമേഷൻ ഞാൻ കൊടുത്തു. അടുത്തൊരെല്ലാം ക്ലിക്ക് ചെയ്തു, അതിന് ഈ പറഞ്ഞ വേണ്ട കാര്യങ്ങൾ ഞാൻ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുത്തു. സർക്കിളാണെങ്കിൽ സർക്കിളായിട്ട് വരാനുള്ള രീതിയിൽ കൊടുത്തു. ഇനിയിപ്പം ഇതിൽ അൺകോമൺ ആണെങ്കിൽ ഇതിനൊരു ഇതെല്ലാം ആനിമേഷൻസ് ആണ്. കാരണം ഒരു സ്ലൈഡിലെ ഒബ്ജക്റ്റുകൾക്ക് കൊടുക്കുന്നതാണ് ആനിമേഷൻ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരു വേറെ എഫക്റ്റ് ഞാൻ ഇവിടെ കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി സ്ലൈഡുകൾക്ക് കൊടുക്കുന്നതാണ് എൻ്റെ ട്രാൻസ്മിഷൻ. ഒരു സ്ലൈഡ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് എങ്ങനെ വരണമെന്ന് തീരുമാനം. ഇപ്പോൾ ഒരു സ്ലൈഡ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് ചാടിയൊക്കെ വരില്ല, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ലൈഡിന് ട്രാൻസ്മിഷൻ ഇവിടെ ഈ നമ്മുടെ സൈഡ് ബാറിൽ കിടപ്പുണ്ട്. സൈഡ് ബാറിൽ പോയി സ്ലൈഡ് ട്രാൻസ്മിഷൻ കൊടുത്തു. ഇത് ഒരു ബോക്സ് ആയിട്ടുള്ള രീതിയിൽ കൊടുത്ത ബോക്സ് ആയിട്ട് വരുന്നതായിട്ട് കാണാം. അടുത്ത സ്ലൈഡിൽ ക്ലിക്ക് ചെയ്തു, അതിന് ഞാനൊരു ഈ ഒരു സ്റ്റൈൽ കൊടുത്തു. അടുത്ത സ്ലൈഡിൽ ക്ലിക്ക് ചെയ്തു, അതിനൊരു വൈപ്പൻ ട്രാൻസ്മിഷൻ ഞാൻ കൊടുത്തു. മനസ്സിലായല്ലോ? ജസ്റ്റ് സ്ലൈഡിൽ ക്ലിക്ക് ചെയ്യുക, ഇൻഡിക്കേറ്റർ ട്രാൻസ്മിഷൻസ് സെലക്ട് ചെയ്ത് പോവുക. ഓക്കെ അല്ലേ? ഇപ്പം നമുക്ക് ഇതേ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാം ഈ ഓരോന്നിനും കൊടുത്ത് ഏതൊക്കെ സ്റ്റൈലുകളാണെന്ന് മാറി മാറി വരുന്നതായിട്ട് കാണാം. ഇപ്പം ഇതിലാണെങ്കിൽ ഞാൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ മാറ്റി കൊടുക്കാം, ബാറാക്കി ഇങ്ങനെ കൊടുക്കാം. അതിൻ്റെ ഡ്യൂറേഷൻ വേണമെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇച്ചിരി പയ്യെ അത് വരത്തൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇച്ചിരി പയ്യാണ് അത് വരുന്നത്. 4 സെക്കൻഡ് ആക്കി കൊടുക്കാം. 4 സെക്കൻഡിലാണ് വന്ന് തീരത്തുള്ളൂ. അപ്പം പിന്നെ അപ്ലൈ ട്രാൻസ്മിഷൻ ടു ഓൾ സ്ലൈഡ് എന്ന് കൊടുത്താൽ ഈ ബാർ എന്നുള്ളൊരു ഈ ബാറായിട്ട് വരുന്ന ട്രാൻസ്മിഷൻ ആയിരിക്കും എല്ലാ സ്ലൈഡുകൾക്കും വരുന്നത്. അപ്പോൾ ഒരു സ്ലൈഡ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് വരുന്നതിന് ട്രാൻസ്മിഷൻ വരും. ഇത്രയാണ് മെയിനായിട്ട് ഇതിൻ്റെ പറയാനായിട്ടുള്ളത്. ഇപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു സ്ലൈഡിൻ്റെ രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിത് പ്രസൻറ്റേഷൻ വേണമെങ്കിൽ കൊടുക്കാം. സ്ലൈഡ് ഷോ കൊടുത്തു. ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്ന് കൊടുക്കുമ്പോൾ നമ്മുടെ നോക്കി നമ്മുടെ പ്രസൻറ്റേഷൻ സ്റ്റാർട്ടായി. ഫസ്റ്റ് സ്ലൈഡ് വന്നു. നമ്മൾ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ആനിമേഷൻ വന്നോളും കേട്ടോ. ഓരോന്നും കഴിയുമ്പോൾ അടുത്ത നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്പേസ് ബാർ പ്രസ് ചെയ്ത് പോയാൽ മതി. ഇതിൻ്റെ പുറത്തേക്ക് വരാനായിട്ട് നമ്മൾ എസ്കേപ്പ് പ്രസ് ചെയ്യുക. ഇപ്പം ഇത്രയൊക്കെ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് മാസ്റ്റർ സ്ലൈഡ് എന്ന കൺസെപ്റ്റിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് കളറൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതേ സെലക്ട് ചെയ്തു, ഇതൊന്ന് ക്ലോസ് ചെയ്തോട്ടെ. ഇപ്പം ഇതിൻ്റെ പ്രോപ്പർട്ടി വന്നു. ബികോമിന് ഞാൻ ഒരു വേണമെങ്കിൽ ഇവിടെ ഫിൽ കളർ ഉണ്ടോ, ഇവിടെ തന്നെ കളർ കിടപ്പുണ്ട് കേട്ടോ. ഫോണ്ട് കളർ ഇവിടെ കിടപ്പുണ്ട്, അതിവിടെ തന്നെ കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ ഫിൽ കളർ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഒരു കളർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു കളർ ഫില്ലായിക്കോളും. ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ ബാക്കിൽ ഒരു കളർ ഫില്ലായത് കണ്ടോ. ഇനിയിപ്പോൾ ഇതിനൊരു കളർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫിൽ കളറെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു കളർ ഫില്ലായിക്കോളും. ഇപ്പോൾ ഇനി ഫോണ്ട് കളർ മാറ്റാനാണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ഇവിടെയും കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ടാവും. ഇതിൻ്റെ ഫോണ്ടൊക്കെ മാറ്റാനാണെങ്കിൽ ഇത് ഫോണ്ട് മാറ്റുന്ന ഫോണ്ട് സൈസ് ഇതെല്ലാ ഓപ്ഷൻസും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ പ്രോപ്പർട്ടിയിൽ ഉണ്ടാവും. ഇത് ജസ്റ്റ് നമുക്ക് വേണ്ട ഈ ഇതിനെ പോയി സെലക്ട് ചെയ്തിട്ട് ഇവിടെ പ്രോപ്പർട്ടി ഒന്നൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സ്റ്റൈൽ ഇതിൻ്റെ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടാവും. പിന്നെ ഈ മാസ്റ്റർ സ്ലൈഡ് എന്ന കൺസെപ്റ്റും കൂടി എൻ്റെ ഉദ്ദേശിക്കുന്നത് എന്താ ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്കിവിടെ 3 ഉണ്ട്. SJCM ഉണ്ട്, BCom ഉണ്ട്, MCom ഉണ്ട്. എനിക്ക് ഈ 3നും ഇപ്പം ഒരു ബ്ലാക്ക് കളർ ആവണം. ഇപ്പം 3നും 3 കളറാണ് കിടക്കുന്നത്. അപ്പം ഈ മാസ്റ്റർ സ്ലൈഡിൻ്റെ ഉപയോഗം മാസ്റ്റർ സ്ലൈഡിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് ഈ പറഞ്ഞ 3 സ്ലൈഡുകളിലും ഒറ്റയടിക്ക് അഫക്റ്റ് ആവും. ഈ 3 ഇപ്പം ഒരു മാസ്റ്റർ സ്ലൈഡിനെയാണ് നോക്കി നിൽക്കുന്നതെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം 3 സ്ലൈഡ് ഇവിടെ എനിക്കുണ്ട്. ഫസ്റ്റ് സ്ലൈഡ് ഞാൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് അതിൻ്റെ മാസ്റ്റർ വ്യൂ എന്ന് കിടക്കണം. ഇതിൻ്റെ പ്രോപ്പർട്ടിയെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പം ഇത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടിയെ ക്ലിക്ക് ചെയ്യുമ്പം ജസ്റ്റ് ഈ സ്ലൈഡെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ പ്രോപ്പർട്ടിയെ ക്ലിക്ക് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ലൈഡെ ക്ലിക്ക് ചെയ്തു, അത് ഇതിൻ്റെ പ്രോപ്പർട്ടിയെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ മാസ്റ്റർ വ്യൂ എന്നൊരു വ്യൂ ഉണ്ട് കണ്ടോ. മാസ്റ്റർ വ്യൂ, ഈ മാസ്റ്റർ വ്യൂ ക്ലിക്ക് ചെയ്യുക. ഇതാണ് മാസ്റ്റർ വ്യൂ വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്റ്റർ സ്ലൈഡ്. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഹെഡിങ്ങിന് ഞാനൊരു ബ്ലാക്ക് കളർ കൊടുത്തു, അല്ലെങ്കിൽ നമുക്ക് വേറെ കളർ കൊടുക്കാം. ഒരു ഗ്രീൻ കളർ കൊടുത്തു. ഓക്കെ അല്ലേ? എന്നിട്ട് ഇതിൻ്റെ ഓരോ ഒബ്ജക്റ്റും വെച്ചു നമുക്കൊരു ഷേപ്പ് കൊണ്ടു വെക്കാം.
ഒരു ഒരു ഒബ്ജക്റ്റ് കൊണ്ട് അതിൻ്റെ അടുത്ത് വെച്ചു. ഓക്കെ അല്ലേ? എന്നിട്ട് മാസ്റ്റർ സ്ലൈഡ് ഇനി ഇതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ ക്ലോസ് ചെയ്യണം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടി ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ക്ലോസ് മാസ്റ്റർ വ്യൂ എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. ഇവിടെ ഒരു ബട്ടൺ കാണും, അതേ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പുറകോട്ട് വന്നു. നോക്കിക്കേ, നിങ്ങളുടെ എല്ലാ സ്ലൈഡുകളിലും ഈ പറഞ്ഞ സിമ്പിൾ വന്നു. കളറ് ചേഞ്ച് ആയില്ല. ഒരു മിനിറ്റ്. അതിൻ്റെ കളർ ചേഞ്ച് ആവാൻ വന്നതിൻ്റെ കാരണം ഈ 3 സ്ലൈഡിലും നമ്മൾ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പം മാസ്റ്റർ സ്ലൈഡ് ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ ആദ്യം ഇപ്പം നിങ്ങളെ ജസ്റ്റ് ഇത് ആദ്യം മാസ്റ്റർ സ്ലൈഡ് ഇല്ലാതെ ഒന്ന് കാണിച്ചതാണ്. അപ്പം അതിൻ്റെ നമ്മൾ ഓൾറെഡി SSCMൻ്റെയും ഇതിൻ്റെ അകത്ത് BCOMൻ്റെയും MCOMൻ്റെയും കളർ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ആ കളർ ചേഞ്ച് വരാത്തത്. പക്ഷേ മാസ്റ്റർ സ്ലൈഡിൽ എന്ത് ചേഞ്ച് ചെയ്താലും ഒരു വന്നോളും. ഇതുകൊണ്ടോ ഇവിടെ സിമ്പിൾ നമ്മൾ വെച്ചു. അത് ഈ 3 സ്ലൈഡുകളിലും വന്നിട്ടുണ്ട്. കാരണം ഈ 3 സ്ലൈഡ് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം. ഇവിടെ മാസ്റ്റർ സ്ലൈഡ് ഡീഫോൾട്ട് എന്ന സ്ലൈഡിനെ നോക്കിയാൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സ്ലൈഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ സ്ലൈഡ് നോക്കിക്ക്. ഇതിന് വന്നു കഴിയുമ്പം MBA ഞാൻ കൊടുത്തു. കണ്ടോ കളർ MBA ഞാൻ കൊടുത്തു. കണ്ടോ അതിൻ്റെ കളർ പച്ചയല്ലേ വന്നേക്കുന്നത്. വീണ്ടും ഞാൻ അതിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് ഏരിയ 2 സ്റ്റുഡൻസിന് ഏരിയ. ഇനി വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തു, ന്യൂ സ്ലൈഡ് കൊടുത്തു, MCN ഏരിയ. കണ്ടോ ആ മാസ്റ്റർ സ്ലൈഡിനെ ബേസ് ചെയ്തായി നിൽക്കുന്നതുകൊണ്ടോ അതിൻ്റെ അകത്ത് സിമ്പിളും വന്നു, ആ കളറും വന്നു. ഇവിടെ ഞാനൊരു 800 സ്റ്റുഡൻസിന് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടിയെ ക്ലിക്ക് ചെയ്ത് ഇപ്പം ഇതിൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് മാസ്റ്റർ വ്യൂ വീണ്ടും കൊടുത്താൽ മതി. ഇത് ഇവിടെ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ മാസ്റ്റർ വ്യൂ വരും. കാരണം നിങ്ങൾ ഈ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യുന്നത് ഇപ്പം ഇതിൽ സെലക്ട് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ക്യാരക്ടർ വ്യൂയിലേക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ആവും. ഈ സ്ലൈഡിൻ്റെ പുറത്ത് ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മാസ്റ്റർ വ്യൂയിലേക്കാണ് വരും. മാസ്റ്റർ വ്യൂയെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കി എന്നിട്ട് ഇതിൻ്റെ കളർ ഞാൻ ഇവിടെ വീണ്ടും മാറ്റി. ഇത് ക്ലിക്ക് ചെയ്തു, ഇതിൻ്റെ ഒരു കളറ് ഞാൻ ഒരു യെല്ലോ കൊടുത്തു. എന്നിട്ട് നമുക്ക് തിരിച്ചൊന്ന് പുറകോട്ട് പോയി നോക്കാം. ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തു, വീണ്ടും അതിൻ്റെ ക്ലോസ് മാസ്റ്റർ വ്യൂ ഞാൻ കൊടുത്തു. അപ്പം നോക്കി നമ്മുടെ സ്ലൈഡുകളിലെ അവസാനം കൊടുത്ത MCയുടെ കളർ യെല്ലോ ആയി, MBയുടെ കളർ യെല്ലോ ആയി. കണ്ടോ നമ്മൾ ആ MCOM ഞാൻ പറഞ്ഞു മുമ്പേ നമ്മൾ ചേഞ്ച് ചെയ്ത സ്ലൈഡ് കേട്ടോ. ഇപ്പം പുതിയതായിട്ട് നമ്മൾ 2 സ്ലൈഡേ ഉണ്ടാക്കിയുള്ളൂ. രണ്ടിൻ്റെയും കളർ ചേഞ്ച് ആയി. ഇപ്പം ഈ മാസ്റ്റർ സ്ലൈഡിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മാസ്റ്റർ സ്ലൈഡിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ ബാക്കിയുള്ള എല്ലാ സ്ലൈഡുകളെയും അത് അഫക്റ്റ് ചെയ്യണം. കാരണം ഓരോ സ്ലൈഡ് വന്ന് നമ്മൾ ഇനി ചേഞ്ച് ചെയ്ത് ഇപ്പം നാളുകളിൽ ഒരാൾ വന്നിട്ട് പറയുക എനിക്ക് ഈ സ്ലൈഡുകളുടെ ഒന്നും ഹെഡിങ്ങിൻ്റെ കളർ ഇഷ്ടപ്പെട്ടില്ല, മാറ്റിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം ഇതിൻ്റെ അകത്ത് 800 സ്റ്റുഡൻസ് 2 സ്റ്റുഡൻസിൻ്റെയും കളർ ബ്ലാക്ക് ആണ്, എനിക്കത് പറ്റുന്നില്ല, അതിൻ്റെ കളർ ഒരു ഗ്രീൻ ആക്കാൻ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മാസ്റ്റർ വ്യൂ എടുക്കുക, ഇതിൻ്റെ കളർ എന്താക്കിയാൽ മതി, നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കളർ എന്താക്കിയാൽ മതി, ഗ്രീൻ ആക്കി കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ മാസ്റ്റർ വ്യൂ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെസ്റ്റിൻ്റെ കളർ നോക്കി കണ്ടോ 2 സ്റ്റുഡൻസും 5 സ്റ്റുഡൻസും എല്ലാം എന്താ ഗ്രീനായി. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാത്ത നോക്കി എല്ലാത്തിലെയും ഗ്രീൻ ആയതുകൊണ്ടോ ഇവിടെ നമ്മൾ കളറൊന്നും ചേഞ്ച് ചെയ്തായിരുന്നു. കണ്ടോ 200 സ്റ്റുഡൻസ് ഇത് കണ്ടോ ഇതിൻ്റെ അകത്ത് എല്ലാ കളറും ഗ്രീനായി. ആദ്യം തന്നെ മാസ്റ്റർ വ്യൂ പോയി ഒരെണ്ണം സെറ്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ അത് പിന്നെ ക്രിയേറ്റ് ചെയ്യുന്ന സ്ലൈഡുകൾക്കെല്ലാം കളർ ഫോളോ ചെയ്തോളൂ. ഇപ്പം മനസ്സിലായ മാസ്റ്റർ സ്ലൈഡിൻ്റെ ഗുണം. ഇനി മാസ്റ്റർ സ്ലൈഡിൻ്റെ വേറെ ഗുണം കാണിച്ചു തരാം. മാസ്റ്റർ വ്യൂവിലേക്ക് ഞാൻ പോയി, എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു സ്ലൈഡ് നമ്പറൊക്കെ നമുക്ക് ഇടാം. ഇത് ഒരു മാസ്റ്റർ സ്ലൈഡ് ആണല്ലോ. ഇൻസേർട്ട് കൊടുത്തു, അത് കഴിഞ്ഞ് ഞാനിവിടെ സ്ലൈഡ് നമ്പർ കൊടുത്തു. ഒരു വിൻഡോ ഈ വന്നേക്കുന്ന ഇത് ഇൻസൈറ്റിൻ്റെ ആയിട്ട് സ്ലൈഡ് നമ്പർ ജസ്റ്റ് ഇവിടെ എടുത്ത് ഞാൻ വെച്ചു. എല്ലാ സ്ലൈഡുകളും സ്ലൈഡ് നമ്പർ വന്നോളൂ. അതുപോലെ ഇൻസൈറ്റിൻ്റെ ആയിട്ട് നമുക്ക് ഇനി ഡേറ്റ് ആൻഡ് ടൈം ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഡേറ്റ് കൊടുത്തു, ആ ഡേറ്റ് ജസ്റ്റ് ഇവിടെ കൊണ്ട് ഞാൻ വെച്ചു. അപ്പോൾ മാസ്റ്റർ സ്ലൈഡിൽ ആഡ് ചെയ്ത ബാക്കി പറഞ്ഞ ഇപ്പം നമുക്ക് മൊത്തം 8 സ്ലൈഡ് എന്നാണ്. ആ സ്ലൈഡുകളെല്ലാം വന്നോളൂ. നമുക്ക് നോക്കാം. ഈ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിൻ്റെ ക്ലോസ് മാസ്റ്റർ വ്യൂ എന്നൊരു വിൻഡോ വന്നു, ക്ലോസ് ചെയ്തു. നോക്കി ഡേറ്റ് ഫസ്റ്റ് സ്ലൈഡ് വന്നിട്ടുണ്ട്, സെക്കൻഡ് സ്ലൈഡ് സെക്കൻഡ് എന്ന് വന്നു, തേർഡ് സ്ലൈഡ് തേർഡ് വന്നു, ഫോർത്ത് സ്ലൈഡ് 4 വന്നു, ഫിഫ്ത്ത് സ്ലൈഡ് 5th വന്നു. കണ്ടോ ഒരു മാസ്റ്റർ സ്ലൈഡിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്താൽ ബാക്കി എല്ലാ സ്ലൈഡുകളും വരുന്നത് ഇപ്പം മനസ്സിലായല്ലോ. ഇനി മാസ്റ്റർ വ്യൂ വേറൊരു ഗുണം, നമുക്ക് ഇപ്പം ഇതിൻ്റെ മാസ്റ്റർ സ്ലൈഡിൻ്റെ പേര് നോക്കി ഡീഫോൾട്ട് എന്നായിരിക്കും എല്ലാത്തിലും നിൽക്കുന്നത്. കാരണം ഒരു മാസ്റ്റർ സ്ലൈഡേ നമുക്കുള്ളൂ. അപ്പം ഒരു മാസ്റ്റർ സ്ലൈഡ് വേറെ മാസ്റ്റർ സ്ലൈഡും നമുക്ക് ഉണ്ടാക്കാം. മാസ്റ്റർ വ്യൂ ഞാൻ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഇവിടെ മാസ്റ്റർ വ്യൂ എടുത്തിട്ട് ഇതേ റൈറ്റ് ക്ലിക്ക് ഞെക്കി ഞാൻ ന്യൂ മാസ്റ്റർ എന്ന് കൊടുത്തു. പുതിയ മാസ്റ്റർ സ്ലൈഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? എന്നിട്ട് ആ മാസ്റ്റർ സ്ലൈഡിൻ്റെ കളർ അതിൻ്റെ പേര് നമുക്ക് അതിന് ചേഞ്ച് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ഞെക്കി റീനെയിം കൊടുത്ത് ഞാൻ വേറൊരു പേര് കൊടുക്കുവാണ്. മാസ്റ്റർ സ്ലൈഡിന് മറ്റൊരു പേര് കൊടുക്കുവാണ്, മെയിനിന് കൊടുത്തു. മെയിനിൻ്റെ അകത്ത് നമുക്കൊരു സ്മൈലി കൊണ്ട് വെക്കാം. ഒരു സ്മൈലി വെച്ചിട്ടുണ്ട് ഞാൻ.
അപ്പം മെയിൻ എന്ന് കൊടുക്കുന്നതിൻ്റെ അകത്ത് ഒരു സ്മൈലി വരും. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കളർ നമുക്ക് വേണമെങ്കിൽ ഒരു റെഡ് കളർ കൊടുത്തു. അത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ടെസ്റ്റിന് റെഡ് കളർ ഞാൻ കൊടുത്തു. ഇനി മേളിലെ ഹെഡിങ്ങിന് എന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ ടെസ്റ്റിൻ്റെ ബാക്കിലൊരു റെഡ് കളർ കൊടുത്തു. ഇനി ഇതിൻ്റെ ടെസ്റ്റിന് നമുക്കൊരു ഒരു ഇൻഡിഗോ കളർ ഞാൻ കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പം ഇതിൻ്റെ മെയിൻ ആണ് നമ്മൾ ഇതിനെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് അല്ലേ? ഇതിൻ്റെ പേര് മെയിൻ ആണ്. അപ്പോൾ ഇവിടെ ഇത് ഡീഫോൾട്ടും ഇതിൻ്റെ പേര് നോക്കി മെയിനും, ഡീഫോൾട്ടും മെയിൻ 2 മാസ്റ്റർ സ്ലൈഡ് നമുക്കുണ്ട്. ഞാൻ ക്ലോസ് ചെയ്തു. ഇനി നോക്കി ഇതെല്ലാം ഇപ്പം ഇതിൻ്റെ പേര് നോക്കി നമ്മൾ പഴയ വിൻഡോയിലേക്ക് വന്നു. ഇതിൻ്റെ നോക്കിയാൽ മാസ്റ്റർ സ്ലൈഡ് ഡീഫോൾട്ടിലാണ് നിൽക്കുന്നത് അല്ലേ? ഇപ്പം ഫസ്റ്റ് സ്ലൈഡ് ഇത് ഞാൻ മാറ്റി ഇവിടെ ഞാൻ മെയിനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ സ്മൈലി വന്നു, കാര്യങ്ങൾ വന്നു. ഇപ്പോൾ ഈ സ്ലൈഡ് ഒന്ന് കാണിച്ചിടാം. ഈ ഒരു സ്ലൈഡിൽ എടുത്ത് ഞാൻ ഇതിൻ്റെ അടുത്ത് നമ്മൾ കളർ കൊടുത്ത് കണ്ടോ, യെല്ലോ കളർ അതിന് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഡീഫോൾട്ട് മാറ്റി ഇതിനെ മെയിനിലേക്ക് കൊടുത്തു. ഇതേ സ്മൈലി വന്നു, നമ്മുടെ ഇൻഡിഗോ കളർ വന്നു, ഇതിൻ്റെ ബാക്കിൽ ഒരു റെഡ് കളർ വന്നു. ഇപ്പോൾ ഈ ഒരു സ്ലൈഡിൽ ഞാൻ ഡീഫോൾട്ടിലാണ് നിൽക്കുന്നത്. ഇതിനെ മാറ്റി ഞാൻ മെയിൻ കൊടുത്തു. മെയിൻ കൊടുത്തപ്പോൾ മെയിനിൻ്റെ അകത്ത് കൊടുത്ത മാസ്റ്റർ സ്ലൈഡിലെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ലൈഡിൻ്റെ എന്ന് വെച്ചാൽ ഇതിൻ്റെ മൾട്ടിപ്പിൾ സ്ലൈഡുകളുണ്ട്. പക്ഷെ നമുക്ക് ഓരോ സ്ലൈഡിന് ഏത് മാസ്റ്റർ സ്ലൈഡ് വരണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കളറൊക്കെ കൊടുക്കാം. ഇതിൻ്റെ ഇവിടെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഇഷ്ടമുള്ള കളറോ അല്ലെങ്കിൽ എന്താ കൊടുക്കുന്നത് വെച്ചാൽ അത് നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഇനി ഇതിൻ്റെ മാസ്റ്റർ വ്യൂ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ലൈഡുകളിലും അതുപോലെ തന്നെ വന്നോളും. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇതിന് 2 മെയിനും ഡീഫോൾട്ടും അത് മാറ്റി കൊടുക്കുമ്പം ഇതിൻ്റെ അകത്തൊരു സിമ്പിൾ നമ്മൾ വെച്ച് ഡീഫോൾട്ടിൽ സിമ്പിളാണ് വെച്ചേക്കുന്നത്, മെയിനിലൊരു സ്മൈലിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ സ്മൈലി വരും. ഇത്രയും വ്യത്യാസമുള്ള ഏതിനെയാണ് മാസ്റ്റർ സ്ലൈഡ് അതിനെ അപേക്ഷിച്ച് നിൽക്കുന്നതെന്ന് ഉള്ളത് മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതൊരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്ലൈഡ് ഞാൻ ഇവിടെ വെച്ചു. ഇതിലേക്ക് ചാർട്ട് ഞാൻ ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇൻസേർട്ട് ചാർട്ട്, ഇങ്ങനെ ചാർട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ റൈറ്റ് ക്ലിക്ക് ഞെക്കുക. അപ്പോൾ നമുക്ക് ചാർട്ട് മാറ്റണമെങ്കിൽ ഇവിടെ തന്നെ കിടപ്പുണ്ട്. കണ്ടോ എൻ്റെ പ്രോപ്പർട്ടി കോളം ചാർട്ട്, ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഏത് ചാർട്ട് വരെ എടുക്കുക. അപ്പോൾ ഞാൻ കോളം ചാർട്ട് തന്നെ എടുത്തു. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡേറ്റ ടേബിൾ, ഡേറ്റ എന്ന് വെച്ചാൽ വാല്യൂ ചേഞ്ച് ചെയ്യേണ്ടത് ഇങ്ങനെയല്ലല്ലോ നമുക്ക് വരേണ്ടത്. എനിക്കിപ്പം ഒരു സ്റ്റുഡൻറ്റിൻ്റെ നെയിമും അവരുടെ 2 സബ്ജക്റ്റിൻ്റെ മാർക്കും ഇവിടെ തന്നെ നോക്കി. ഇവിടെ 3 സബ്ജക്റ്റിൻ്റെ മാർക്ക് കൊടുക്കാനുള്ള വന്നത് എനിക്ക് 3 വേണ്ട, 2 മതി. അപ്പോൾ ഞാൻ ഇവിടെ ഡേറ്റ ടേബിൾ ഇത് റൈറ്റ് ക്ലിക്ക് ഞെക്കിയിട്ട് എന്ന് വെച്ചാൽ ഈ ചാർട്ട് റൈറ്റ് ക്ലിക്ക് ഞെക്കിയിട്ട് എന്ത് ചെയ്യാം, ഡേറ്റ ടേബിൾ എടുക്കുക. റൈറ്റ് ക്ലിക്ക് നിൽക്കുക. എന്നിട്ട് ഡേറ്റ ടേബിൾ എന്നൊരു ഓപ്ഷൻ വരും കേട്ടോ. ചാർട്ടിൻ്റെ സെലക്ഷൻ പോയതുകൊണ്ടാണ്. ഈ ചാർട്ടിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് നിൽക്കുക. എന്നിട്ട് ഡേറ്റ ടേബിൾ എടുക്കുക കേട്ടോ. നോക്കി ഇത് റൈറ്റ് ക്ലിക്ക് നോക്കിയപ്പം ഈ ഒരു ഓപ്ഷൻ ഡേറ്റ ടേബിൾ എന്നൊരു ഓപ്ഷൻ വരും. ഡേറ്റ ടേബിൾ എടുക്കുക. ഇവിടെ പ്രോപ്പർട്ടി വേണമെങ്കിൽ ഓണാക്കിയിടുക കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു ഇത് വെച്ച് നോക്കിയാൽ മതി. നമുക്ക് ഇതുണ്ടോ, ഇതിൽ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം. ഇൻസേർട്ട് റോസ്, ഇൻസേർട്ട് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗറി, വൈ ആക്സിസ്, ആക്സിസുകളാണ്. ഇതുണ്ടോ, അതാണ് കൂടി പോകുന്നത്. അപ്പോൾ അത് വേണ്ടത് ഇപ്പോൾ റോ എനിക്ക് ബാക്കി ഒറ്റ റോ മതി. ഒരെണ്ണം അല്ലെങ്കിൽ 2 ആൾക്കാരെ വേണം 2 റോ കൊടുക്കുക. ഇനി സീരീസ് ആണെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സീരീസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ ഈ സീരീസ് ക്ലിക്ക് ചെയ്തു. ഡിലീറ്റ് സീരീസ് കൊടുക്കുമ്പോൾ സീരീസുകൾ പൊക്കോളും. എനിക്ക് 2 സബ്ജക്റ്റ് മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കണക്ക് എങ്ങനെയാണോ അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ എനിക്ക് DBMS മാർക്ക് DBMS ആഡ് ചെയ്യാൻ എനിക്ക് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതുണ്ടോ സീരീസ് ഇങ്ങനെ ആഡ് ചെയ്യുകയും ചെയ്യാം, ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇവിടെ ഞാൻ കൊടുക്കുകയാണ് DBMS എന്ന് കൊടുത്തു. ഇവിടെ SPS 2 സബ്ജക്റ്റുകളാണ്, SPSS കൊടുത്തു. നോക്കി അപ്പോൾ അത് 2 വന്നോളും. അത് കഴിഞ്ഞിട്ട് റോയിൽ പേര് കൊടുക്കുകയാണ് അമൽ, ഇത് അനിൽ, മാർക്ക് കൊടുക്കുകയാണ് 50, 100 കണക്കിന് ഞാൻ കൊടുക്കുകയാണ്. ഇത് 60 കൊടുത്തു, 230 കൊടുത്തു, 220 കൊടുത്തു. ഓക്കെ അല്ലേ? അത് ക്ലോസ് ചെയ്യാം. നോക്കി
അനിലിൻ്റെ DBM അമലിൻ്റെ ഇത് ഈ മാർക്ക് അമൽ SPSSന് 50ഉം DBMSന് 60ഉം ആ കണക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 2 കളർ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത്രേ നമുക്ക് ചാർട്ട് ചെയ്യാനായിട്ടുള്ളൂ. ഒന്നുകൂടെ ജസ്റ്റ് പറയാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡേറ്റ ടേബിൾ കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടാത്ത ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പം ഇതിപ്പോൾ സീരീസ് ആണ് കളയുന്നത്, ഇപ്പം ഇത് സീരീസ് ആണ് കളയുന്നതെങ്കിൽ ഇവിടെ സീരീസ് ക്ലിക്ക് ചെയ്യുക, എൻ്റെ ഡിലീറ്റ് സീരീസ് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഞാൻ ഒരു സബ്ജക്റ്റിന് മാർക്കേ കൊടുത്തിട്ടുള്ളൂ, SPSS മാത്രം. അപ്പോൾ അവിടെ SPSS മാത്രമായിട്ട് വരും കേട്ടോ. അമലും അനിലിൻ്റെ മാർക്ക് വന്നു SPSSൻ്റെ ഇത് വെച്ച്. ഓക്കെ അല്ലേ? ഇനി ജസ്റ്റ് പുറത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ചാർട്ട് എവിടെയാണ് മൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് അതിനെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ മൂവ് ചെയ്ത് ഇടുക കേട്ടോ. ഇതിനെ ക്ലിക്ക് ചെയ്ത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ മൂവ് ചെയ്ത് ഇടുക. ഇനി സ്ലൈഡ് ഷോ കൊടുത്ത് സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് കൊടുത്താൽ മതി. അപ്പം താങ്ക് യു. ജസ്റ്റ് നിങ്ങൾ കഴിഞ്ഞ സ്ലൈഡ് ഷോ കൊടുത്തു, സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് കൊടുത്തു. അപ്പോൾ നമ്മുടെ സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ആവും. ഇത്രയേ ഉള്ളൂ നമ്മുടെ LibreOffice Impress കേട്ടോ. അപ്പം താങ്ക് യു.